Now the time is 10:24, Sunday 15th. Okay, today is Shivaratri and I am here inside my house, and now the net is not having proper quality, it seems. Okay, so now started from yesterday night, all these hangama started, and we will see how many days this will go, what is the problem, and we will never ever happen like this. Okay, to create stories, this and that. So we will see. I have taken the screenshot. This is here I am. Okay, Sahadeva Mandiram. You can see this is the this is the SNDP 323 SNDP building. Here I am, not anywhere else. Okay, and how these criminals will be creating stories. I am outside now. I have set the time 10:25. Now I will upload that from this camera, so you can make out where I am. Okay, I am not anywhere else, here inside my house, and we will see what problem is there with all these. Even we want to see now, like how many days this will go. All these hangamas every day. Net will never ever happened like this. Only once or twice this network gone, Wi-Fi gone actually. So even we want to know now what type of hangamas and dramas these criminals are doing actually. And these criminals are always applying laser onto my face. Okay, and this bastard Subramanian used to ask, why laser? If I apply laser, your beauty will go, or what, it seems. Okay, who is he to do all these things? What right this bastard is having? And all the people came to know about him actually, like about the fake stories these criminals are making. And so many ladies came to know all this, and they will come to know. Even the people will come to know. More people will come to know how these criminals are making stories, fake stories about me. The people should come to know. All the native of this place should come to know. Okay, how these criminals are creating fake stories. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇവന്മാരുടെ കള്ളത്തരങ്ങളും കള്ളക്കഥയുണ്ടാക്കലുകളും എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇന്നും ഇന്നലെയല്ല, നമ്മളിതെല്ലാം കാണിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ തെളിവുകളുമുണ്ട്. ഇവൻ്റെയൊക്കെ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ ഇഷ്ടംപോലെ തെളിവുണ്ട്. ഇവൻ്റെ കള്ളങ്ങളെല്ലാം നമ്മുടെ ഇതാക്കുന്നത് സുബ്രഹ്മണ്യനും കുറേ അവന്മാർ നമ്മളെക്കുറിച്ച് കള്ളം പറയാനുണ്ട്. ഇവന്മാരൊക്കെ സദാനന്ദ മന്ദിരത്തിലെ അവൻ്റെ ഒന്നും വീട്ടിൽ നമുക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല. ഈ കിഡ്നാപ്പ് പരിപാടികളും അങ്ങനെ പല പരിപാടികളാണ് ഇവന്മാർക്ക്. കിഡ്നാപ്പ് ചെയ്ത് ഇതാക്കുക, അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കിട്ടാതെ ഇങ്ങനെ പോകുന്ന ആൾക്കാരെയൊക്കെ അത്ര വലിയ അപ്പം വീട്ടുകാരൊക്കെ അറിഞ്ഞു. നമ്മുടെയൊക്കെ എന്താ പറയുക, ഞാൻ പറയാം, ഇങ്ങനെ കിട്ടാതെ അങ്ങ് പോകുന്നവർക്ക് വീട്ടുകാർക്കും അറിവുണ്ട്. അതുകൊണ്ട് ഈ കിട്ടാതെ പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പം പോലീസൊക്കെ ശ്രമിച്ചാൽ കിട്ടുന്നതേ ഉള്ള ആൾക്കാരെ അത്രയ്ക്കങ്ങ് വലിയ കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നു. പിന്നെയല്ലേ ഇത് കണ്ടുപിടിക്കാൻ എന്തോ ഇത്ര വലിയ അങ്ങ് ഇതാക്കാനുള്ള. അപ്പം എവിടെയൊക്കെയോ കൊണ്ടുപോയി ഇങ്ങനെ ഇതുപോലെ പാത്തും അവിടെ ഇവിടെയൊക്കെ താമസിപ്പിക്കുകയാണ്. ഇങ്ങനെ പാവം ആൾക്കാരെ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കൊന്നു കളഞ്ഞ് അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ എടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇവരൊക്കെ ആരാണ് നമ്മളോട് ഇതൊക്കെ ചെയ്യാൻ? ഇവിടെ ഇങ്ങനെ കുറേ ഉണ്ട്. ഈ പ്രീതായസ് പണിക്കർ എന്ന് പറയുന്നതൊക്കെ വലിയ മാഫിയ ക്രിമിനലാണ് ഇവള്. ഇപ്പോൾ ഒത്തിരി ഇവളുമാരൊക്കെ ഇങ്ങനെ നിന്നാൽ മതി. ഈ രാജമ്മയെന്ന് പറയുന്നത് നമ്പർ 1 കള്ളിയാണ്. രാജമ്മ, VK രാജമ്മ, ശാന്ത, ഇവളുമാരൊക്കെയാണ് നമ്പർ 1 കള്ളികൾ. ഇവൾമാർക്ക് ഭയങ്കര ഡോക്ടേഴ്സിനെയൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് അറിയാം. ഇവളുമാർക്ക് കുറേ സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കുറേ ബന്ധുക്കളൊക്കെ ഉണ്ട്. ഈ ശാന്തയ്ക്കൊക്കെ കുറേ മെഡിക്കൽ മാഫിയ ഇവളുമാർ. കുറേ ഇവളുടെ മോന് സ്ഥിരം ആക്സിഡൻ്റ് ഉണ്ടാക്കി. ഈ ഇൻഷുറൻസ് മോഷണമായിരുന്നു പരിപാടി, ആക്സിഡൻറ്റ്. ഇപ്പം പിന്നെ ഇതിലോട്ട് മാറിയേക്കുക, ഹാർട്ട് അറ്റാക്കിലോട്ട് മാറിയേക്കുക. ഇവന്മാർക്ക് ഇഷ്ടംപോലെ SP ഫോർട്ട് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞങ്ങ് നടപ്പായിരുന്നു. മനസ്സിലായില്ലയോ? SP ഫോർട്ട് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞങ്ങ് നടപ്പാം. അങ്ങനെ പിന്നെ ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട് ഇങ്ങനെ അങ്ങ് നടക്കുന്നത്. മറ്റുള്ളവരുടെ കാശും ഒക്കെ വാങ്ങിച്ച് നാണോ മാനോ ഇല്ലാതെ മറ്റുള്ളവരെ പീഡിപ്പിച്ച് ഇതാക്കാൻ. അത് ശാന്തയ്ക്കെന്ന് പറയുന്നത് എന്നെ കാണുമ്പോഴേ അങ്ങ് രോഗമായിരുന്നു അവൾക്ക്. എന്നെ കാണുമ്പോഴേ ഇല്ല, പശു ചുമന്നത് കാണുന്ന പോലെ ആയിരുന്നു അവൾക്ക്. ഞാൻ പന്തളം NSSC മെഡിക്കൽ മിഷൻ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും അവളുടെ രൂപവും ഭാവമൊക്കെ ഒന്ന് കാണണം. തെറിവിളി. എന്നിട്ട് ഇവള് പറയുന്ന പാവം കൊച്ചുമോൾ എന്തോ എടുത്ത് ചെയ്യാൻ അവളുടെ പാവം കൊച്ചുമോളെ നമ്മളെ കൊല്ലാനായിട്ട് കല്യാണം കഴിപ്പിച്ചു.